ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ ഫാരീസ് ആൻഡ് മോം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഒരു യാത്ര പോവുകയാണ്. അതിമനോഹരമായ ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. കടലും കാറ്റും അതുപോലെ തന്നെ അതിമനോഹരമായ കാഴ്ചകളും എല്ലാം കണ്ട് നമുക്ക് അതുപോലെ തന്നെ കുറച്ച് ആത്മീയതയും കൂടെ നമ്മൾ ഇതിലോട്ട് ചേർത്ത്. അപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലായി, കടലും കാറ്റും ആത്മീയതയൊക്കെ ആയപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന്. അപ്പോൾ നമ്മളൊന്ന് കുടുംബസമേതം വന്നിരിക്കുന്നത് നമ്മുടെ ആഴിമലയിലാണ്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മളിന്ന് നമ്മളെ കൂടെ ചേട്ടനും ചേച്ചിയും എല്ലാവരും ഉണ്ട്. അപ്പോൾ അവർ ട്രിവാൻഡ്രത്തോട്ട് വന്നിട്ട് അവർക്ക് കുറച്ച് ക്ഷേത്രങ്ങളിലൊക്കെ പോകണം. അപ്പോൾ അവരെ എവിടെയൊക്കെ ഒന്ന് കൊണ്ട് കാണിക്കണമെന്ന് നമുക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം എല്ലാവരും വന്ന് ഇറങ്ങി. അപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് താഴോട്ട് പോയിട്ടുണ്ട്. അപ്പം ഇറങ്ങി നമ്മളിനി അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ അവർ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് വരും. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറി. അപ്പോൾ അവിടെ ഫോട്ടോസൊന്നും അലൗഡല്ല. അപ്പം ക്ഷേത്രത്തിൽ തൊഴുത് കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങോട്ടേക്ക് നടന്നു വന്ന്, അപ്പോൾ അവിടെയാണല്ലോ നമ്മളെ ശിവൻ്റെ പ്രതിമയുള്ളത്. അപ്പം എല്ലാവർക്കും അറിയായിരിക്കും, ഏറ്റവും വലിയ ഒരു ശിവൻ്റെ സ്റ്റാച്യു ഉള്ള സ്ഥലമാണ് ആഴിമല. വളരെ മനോഹരമായ കടലിൻ്റെ അടുത്ത് ഇതുപോലെ ഒരു ശിവൻ്റെ സ്റ്റാച്യു ഉള്ള സ്ഥലമാണ് ആഴിമല. ഏകദേശം 58 ഫീറ്റ് ഉയരമുള്ള ശിവൻ്റെ പ്രതിമയാണ്. അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കടൽ നല്ല വിശാലമായിട്ട് കാണാൻ പറ്റും. ഒരുപാട് തോണികളും ഒക്കെ ഉണ്ടായിരുന്നു. കടൽ നല്ല ശാന്തമായിട്ട് ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. കുറച്ച് മഴക്കാറും ഒക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു വ്യൂ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പം ഈ ശിവൻ്റെ പ്രതിമയിൽ കുറേ പക്ഷികളുടെയൊക്കെ കാഷ്ടമൊക്കെ വീണിട്ടുണ്ട്. കാര്യം അതിപ്പം നമുക്കറിയാമല്ലോ, ഇത്രയും പൊക്കത്തിലുള്ളതാകുമ്പോഴത്തേക്കും അങ്ങനെ ക്ലീൻ ചെയ്യാനും ഒന്നും പറ്റത്തില്ല. അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. പിന്നെ കുറേ ചെറിയ വവ്വാലും അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ ചെറിയ കൂടുകളൊക്കെ കാണാൻ പറ്റി. അണ്ണാങ്കുഞ്ഞും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ എന്ത് മനോഹരമായിട്ടുള്ളൊരു സ്റ്റാച്യു ആണല്ലേ. നമ്മളെ ഗംഗാധരനായിട്ട്, അതായത് ഗംഗയെ നമ്മുടെ ജടയിൽ ഉടുപ്പിച്ച നിൽക്കുന്ന നമ്മുടെ ശിവൻ്റെ പ്രതിമയാണ് നമ്മളവിടെ കണ്ടത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ അവിടെ ഒരു ഗുഹ കേവൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇതുവഴി പോകാൻ പറ്റും. അകത്ത് ഫോട്ടോസും വീഡിയോസും ഒന്നും അലൗഡല്ല. അപ്പോൾ അവിടെ പോകണമെന്നുള്ള ഒരു ടിക്കറ്റ് എടുത്ത് ഇതുവഴി കൂടെ പോയി നമുക്ക് അവിടെ അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളെല്ലാം കാണാം. അപ്പോൾ ടിക്കറ്റ് ചാർജ് വരുന്നത് 200 രൂപയാണ്. അപ്പോൾ താഴെ ഇതിന് ശേഷം നമുക്ക് താഴോട്ട് പോയി നമുക്ക് ബീച്ചിലൊക്കെ ഒന്ന് ഇറങ്ങാവുന്നതാണ്. അപ്പോൾ നമ്മൾ ബീച്ചിലോട്ടൊന്നും ഇറങ്ങില്ല. നമ്മൾ കുറച്ചൊന്ന് നേരം താഴെയൊക്കെ പോയി അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ കടലിൻ്റെ ഒരു വീഡിയോയും ഇതൊക്കെ എടുത്ത് നല്ലൊരു വ്യൂ ഒക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചിങ്ങോട്ടേക്ക് കയറി വരുവാണ്. അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് കുറച്ച് താഴോട്ട് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ നിന്ന് നമുക്ക് ഈ കടലിൻ്റെ വ്യൂ നമുക്ക് നല്ലതുപോലെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരം നിന്നോണ്ട് നമ്മൾ ഇതിന് ശേഷം നമ്മളിനി വേറൊരു സ്ഥലത്തും കൂടെ പോകാനുള്ളതുകൊണ്ട് അധികം നേരം നമ്മൾ ബീച്ചിലോട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് നിന്നില്ല. നമ്മളവിടെ തൊഴുതു. പിന്നെ കാർമേഘമൊക്കെ കൂടി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പെട്ടെന്ന് എത്തുകയും വേണം. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നേരം നമുക്കവിടെ സ്പെൻഡ് ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ടും നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് കടൽക്കാറ്റുകളൊക്കെ കണ്ടു നമ്മളവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പം വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ലതുപോലെ നമുക്ക് അവിടെ തൊഴാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തൊഴുതതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് അടുത്തെത്തിയിരിക്കുന്നത് ചെങ്കലുള്ള മഹേശ്വര ശിവപാർവതി ടെമ്പിളിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാനതിവിടെ ആദ്യമായിട്ടാണ് ഈ ശിവപാർവതി ടെമ്പിളിൽ വരുന്നത്. അപ്പം ഇവിടെ വന്നപ്പോൾ നല്ല മരത്തിലൊക്കെ നല്ല മാങ്ങയൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ ഇവിടെ സന്ധ്യാസമയമൊക്കെ ആയി നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കും. അപ്പം അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ ഇവിടെ എത്തി. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശിവലിംഗമാണ്. ഇവിടുത്തെ ശിവലിംഗമാണ് ഏറ്റവും പ്രത്യേകതയുള്ളത്. കാര്യം നമ്മൾ വേറെ ശിവക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ കാണുന്ന പോലത്തെ ഒരു ശിവലിംഗം അല്ല ഇവിടുത്തെ ശിവലിംഗത്തിന് വളരെയധികം പ്രത്യേകതയുള്ളൊരു ശിവലിംഗമുള്ള ക്ഷേത്രവും കൂടെയാണ് ഇത്. അപ്പോൾ വളരെ കാമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറുവാണ്. അപ്പം കയറി സൈഡിലോട്ട് കുറച്ചധികം ദൂരം വണ്ടി ഇട്ടിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനായിട്ടൊക്കെ ഉള്ള സൗകര്യമൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ റോഡിലിട്ടിട്ടാണ് നമ്മൾ അകത്തോട്ട് കയറിയത്. അപ്പം വണ്ടി ഇതുവരെ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള നല്ലൊരു സ്പേസൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ ഒരുപാട് സ്പേസ് ഉണ്ട് വണ്ടിയൊക്കെ കൊണ്ടിടാൻ. പിന്നെ ചെറിയ കുറേ കടകളും കാര്യങ്ങളുമൊക്കെ സൈഡിൽ കൂടെ ഉണ്ടായിരുന്നു.
അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ നടന്നു പോവുകയാണ്. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വശത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൈഡിൽ അതുപോലെ ചപ്പൽസൊക്കെ ഇടാനായിട്ട് നമ്മൾ അവിടെ കൊണ്ടുപോയി ചപ്പൽസൊക്കെ ഇട്ടിട്ട് നമ്മൾ അകത്തോട്ട് കയറണം. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ ഒരു സീൻ കണ്ടപ്പം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ഗുരുവായൂർ അമ്പലമാണ്. ഗുരുവായൂർ അമ്പല നടയിൽ ഇതുപോലെ രണ്ട് സൈഡിലും ഇഷ്ടം പോലെ കടകളും ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ജ്വല്ലറി, അതുപോലെ ഹെയർ ആക്സസറീസ്, അത് കളിപ്പാട്ടങ്ങൾ, അങ്ങനത്തെ കുറേ ഷോപ്പുകളുണ്ട്. അതുമാത്രമല്ല നമ്മളെ വീട്ടിൽ വെക്കാൻ പറ്റിയ കുറേ അധികം ഷോ ഐറ്റംസ് ഉണ്ട്, ഗാർഡൻ ഐറ്റംസ്, അതുപോലെ തന്നെ പിക്ചേഴ്സ്, അങ്ങനത്തെ ഒരുപാട് നമ്മളെ ഗുരുവായൂർ പോലത്തെ ഒരുപാട് ഷോപ്പുകൾ നമുക്ക് ആ രണ്ട് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. എനിക്ക് പെട്ടെന്ന് ഇത് കണ്ടപ്പോഴത്തേക്കും ഗുരുവായൂരാണ് ഓർമ്മ വന്നത്. അപ്പം നല്ല അടിപൊളി പിക്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം തിരിച്ച് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പോയത്. വലിയ തിരക്കൊന്നുമില്ല. നമ്മൾ സാധാരണ ഗുരുവായൂർ പോയി അങ്ങനെയല്ല, ഭയങ്കര തിരക്കൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ആ ശിവലിംഗം കാണാൻ പറ്റും. നമ്മുടെ ഹനുമാൻ സ്വാമി ഇങ്ങനെ ശിവലിംഗം പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്ന ആ ഒരു ഇതാണ് അവിടുത്തെ പ്രത്യേകതയായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ആ സൈഡിലോട്ട് ഒരു റിസോർട്ടെന്നല്ല, അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റിയ സ്ഥലമാണെന്ന് തോന്നുന്നു. അപ്പോൾ കയറി വരുന്നിടത്ത് നമ്മളെ നന്ദി ദേവനുണ്ട്, നമ്മളെ മഹാദേവൻ്റെ നന്ദി, അതുപോലെ തന്നെ 2 ആനകൾ സ്റ്റാറ്റ്യൂ ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അകത്തോട്ട് കയറി ഫോട്ടോസൊന്നും വീഡിയോസൊന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പം വെളിയിൽ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം അമ്പലത്തിൽ തൊഴുതതിന് ശേഷം വെളിയിലോട്ട് ഇറങ്ങി വരുമ്പോഴാണ് നമ്മളുടെ ഈ ശിവലിംഗം കാണാൻ പറ്റുന്നത്. ഈ ശിവലിംഗത്തിൻ്റെ പ്രത്യേകത തന്നെ 111 അടി ഉയരമുള്ള ഒരു ശിവലിംഗമാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ള് അത് ഓപ്പൺ അല്ല, അതിങ്ങനെ കെട്ടി മറച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ശിവലിംഗത്തിൻ്റെ ഒരു പ്രത്യേകത കാരണമാണ് ഇവിടെ കൂടുതലും ആ ഒരു മെയിൻ അട്രാക്ഷൻ ഈ അമ്പലത്തിൻ്റെ ശിവലിംഗം തന്നെയാണ്. അപ്പോൾ ഇവിടെ ശിവരാത്രി ദിവസങ്ങളിലൊക്കെ ഭയങ്കര തിരക്കാണ്, ഭക്തരുടെ തിരക്ക്. അപ്പം നമ്മുടെ ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, രാമൻ്റെ ഭയങ്കര ഭക്തനാണെന്ന്. രാമൻ്റെ മാത്രമല്ല, ശിവൻ്റെയും വലിയൊരു ഭക്തനും കൂടെയായിരുന്നു ഹനുമാൻ സ്വാമി. അപ്പം അതിൻ്റെ ഒരു ഐതിഹ്യം ഒന്നും എനിക്ക് പറയാൻ അറിയില്ല, ഭക്തനാണെന്നറിയാം. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നമ്മൾ സന്ധ്യയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വെളിച്ചമൊക്കെ അങ്ങോട്ട് മങ്ങി പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ വീഡിയോ ഒക്കെ എടുത്തു. ചേട്ടനും ചേച്ചി അവരെല്ലാവരും നമ്മളും ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, മെയിൻ്റനൻസ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ അതിന് ചുറ്റുമൊക്കെ ഒന്ന് കറങ്ങി നടന്ന് അവിടെയൊക്കെ ഒന്ന് കണ്ട്, അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പം മക്കളും അതുവഴി ഇങ്ങനെയൊക്കെ നടന്ന്, അപ്പോൾ സൈഡിൽ ഇങ്ങനെ ചെറിയൊരു പൂന്തോട്ടമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ചെടികളൊന്നുമില്ല, എന്നാലും ചെറുതായിട്ട് ഒരു പൂന്തോട്ടമൊക്കെ അതുപോലെ സെറ്റാക്കുന്നുണ്ട്. അവിടെ ചെടിക്ക് സൈഡിൽ കൂടെ വെള്ളം ഒഴിച്ചുകൊണ്ടൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്. വളരെ നല്ലൊരു പ്ലസൻ്റായിട്ടുള്ളൊരു കാമായിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്കിപ്പോൾ അമ്പലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവായൊരു വൈബ് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിങ്ങനെ ഒരുപാട് നേരം അവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ തോന്നും. ഇത് നമ്മളെ ശിവൻ്റെ ഉടുക്കിൻ്റെ ഒരു വലിയൊരു സ്റ്റാച്യു അതൊക്കെയുണ്ട്. അപ്പോൾ അതിന് ചുറ്റുമൊക്കെ നമ്മളിങ്ങനെ കറങ്ങി അതൊക്കെ കണ്ട്, അപ്പം സൈഡിലോട്ട് ത്രിശൂലും ഒക്കെ 2 സൈഡും ഇതുപോലെ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു ത്രിശൂലും 2 സൈഡും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കറങ്ങി ചുറ്റി ഇങ്ങനെ വരുമ്പോഴത്തേക്കും താഴോട്ടും ഇതുപോലെ തന്നെ, ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, എന്താ ഊട്ടുപുരയോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു.
അപ്പോൾ അതുവഴി താഴോട്ട് വന്നു. താഴോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ കുറേ ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മളും അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഇവിടെയും കുറച്ച് ഇരിക്കാനൊക്കെ ഉള്ള സ്പേസൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരിപ്പിടമൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ താഴോട്ട് പോയിട്ട് അവിടെ എന്താണെന്ന് അറിയാനായിട്ട് താഴോട്ട് പോയി. അങ്ങനെ അവിടെ പോയി. അപ്പോൾ നമുക്ക് താഴോട്ട് ചെല്ലുമ്പോൾ അവിടത്തേക്ക് കൈലാസത്തോട്ട് കയറാം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ടിക്കറ്റൊക്കെ എടുക്കണം. ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ ടിക്കറ്റ് വരുന്നത് 300 രൂപയാണ്. അപ്പോൾ അവർ കുറച്ച് നേരം കഴിയുമ്പോൾ സമയമാകുമ്പോഴത്തേക്ക് നമ്മളെ വിളിക്കും. സമയമാകുമ്പോൾ വിളിക്കുമ്പോൾ നമുക്ക് അകത്തോട്ട് കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ അകത്തോട്ട് അതുപോലെ ഫോട്ടോസും വീഡിയോസും ഒന്നും അലൗഡല്ല. അപ്പോൾ അതിന് ശേഷം നമ്മളവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഉണ്ണിയപ്പമൊക്കെ വാങ്ങിച്ച് കഴിച്ചു. അപ്പം ഇതുവരെയും പോയിട്ടില്ലാത്തവർ പോകണം. വളരെ നല്ല ഒരു ആംബിയൻസാണ്, നല്ലൊരു സ്ഥലമാണ്. പിന്നെ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഇതുപോലെ ഫാമിലിയായിട്ടൊക്കെ പോകാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സ്ഥലവും കൂടിയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി മറ്റൊരു അടിപൊളി വീഡിയോയിലോട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.